അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയുകയാണ്, ജാഅത് ഇംറഅത്തുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഇൻദഹു ഫഖാലത് യാ റസൂലല്ലാഹ് ഇന്ന സൗജി സഫ്വാൻ ഇബ്നൽ മുഅത്തൽ യദ്രിബുനി ഇദാ സ്വല്ലൈതു വയുഫത്തിറുനി ഇദാ സുംതു വലാ യുസല്ലി സ്വലാത്തൽ ഫജ്രി ഹത്താ തത്ലുഅ അശംസ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രഗത്ഭനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആദ്യത്തെ കേൾവിയിൽ ഗൗരവതരമായി തോന്നുന്ന, കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വളരെ ഗൗരവം തോന്നുന്ന മൂന്ന് കുറ്റങ്ങൾ പറയുകയാണ് ഭർത്താവിനെ സംബന്ധിച്ച്. അതിൽ ഒന്നാമത്തത്, യദ്രിബുനി ഇദാ സ്വല്ലൈതു, ഞാൻ നമസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്നെ അടിക്കും. അപ്പോൾ വാക്കുകൾ നോക്കൂ നിങ്ങൾ, ഞാൻ നമസ്കരിച്ചാൽ അദ്ദേഹം എന്നെ അടിക്കും. അപ്പോൾ നമസ്കരിച്ചാൽ അടിക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്നാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. 2, വയുഫത്തിറുനി ഇദാ സുംതു, ഞാൻ നോമ്പ് നോറ്റാൽ എന്നെക്കൊണ്ട് അത് മുറിപ്പിക്കും, എന്നെ നോമ്പ് നോൽക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമസ്കരിക്കാനും സമ്മതിക്കുന്നില്ല, നോമ്പ് നോൽക്കാനും സമ്മതിക്കുന്നില്ല ഭർത്താവ്. വലാ യുസല്ലി സ്വലാത്തൽ ഫജ്രി ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അദ്ദേഹം ഫജ്ർ നമസ്കരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ സൂര്യനൊക്കെ ഉദിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഫജ്ർ നമസ്കരിക്കുന്നത്. ഫജ്ർ അതിൻ്റെ മുമ്പേ നമസ്കരിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഗുരുതരമായ വലിയ തെറ്റുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണമാണ് ഈ സ്ത്രീ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അപ്പോൾ ആ സദസ്സിൽ ആരുണ്ട്? ഈ പറയുന്ന സ്വഹാബി അവിടെയുണ്ട് നബിയുടെ കൂടെ. ഖാല വ സഫ്വാനുൻ ഇൻദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സദസ്സിൽ സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. തൻ്റെ ഭാര്യ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുമുണ്ട്. ഖാല ഫസഅലഹു അമ്മാ ഖാലത്ത്, സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഭാര്യ പറയുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അത് ശരിയാണോ എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിക്കുകയുണ്ടായി. ഫഖാല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഈ ആരോപണത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കൂ. അദ്ദേഹം പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ് അമ്മാ ഖൗലുഹ യദ്രിബുനി ഇദാ സ്വല്ലൈതു ഫഇന്നഹാ തഖറഉ ബിസൂറതൈനി വഖദ് നഹൈതുഹാ. നബിയെ, ഞാൻ നമസ്കരിച്ചാൽ അവളെ അടിക്കുമെന്ന് പറഞ്ഞത് അത് ഫറദ് നമസ്കാരവുമായി ബന്ധപ്പെട്ടല്ല. കേൾക്കുമ്പോൾ തോന്നുക അവളെ നമസ്കരിക്കാനേ സമ്മതിക്കുന്നില്ല എന്ന നിലക്കാണ്. എന്നാൽ അങ്ങനെയല്ല. രാത്രി നമസ്കരിക്കുമ്പോൾ ആ സ്ത്രീ അഥവാ ഈ സ്വഹാബിയുടെ ഭാര്യ, ആ സ്വഹാബ വനിത, അവൾ രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം വിലക്കിയിട്ടുള്ള 2 സൂറത്തുകളാണ് ഓതുന്നത്. പല ശാരീങ്ങളും പറഞ്ഞിട്ടുള്ളത്, ചില റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ ത്വവീലത്തൈൻ അഥവാ സുദീർഘമായ 2 സൂറത്തുകളാണ് ഓതുന്നത്. അപ്പോൾ ഇദ്ദേഹമാകട്ടെ, ഈ സ്വഹാബി, രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. തോട്ടം നനയ്ക്കലും അതുമായി ബന്ധപ്പെട്ട ജോലികളുമായി രാത്രിയിൽ മുഴുവൻ ജോലിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനാകട്ടെ തൻ്റെ ഭാര്യയെ ആവശ്യവുമുണ്ട്. അപ്പോൾ അവൾ വലിയ സൂറത്തുകൾ ഓതി നമസ്കരിച്ചാൽ തൻ്റെ ആവശ്യത്തിന് അവളെ ലഭിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം വിലക്കിയിരുന്നു ആ സൂറത്തുകൾ ഓതരുത് എന്ന്. വേറെ ചില റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഓതുന്ന ചില സൂറത്തുകളായിരുന്നു അവൾ ഓതിയിരുന്നത്. ഞാൻ ഓതുന്നത് നീ ഓതേണ്ടതില്ല എന്നുള്ള നിലക്കുമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ ശരി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി, ഫഖാല ലൗ കാനത് സൂറത്തുൻ വാഹിദത്തുൻ ലകഫത്തിന്നാസ്, അത് ഒരൊറ്റ സൂറത്തായിരുന്നെങ്കിൽ തന്നെ മുഴുവൻ മനുഷ്യർക്കും അത് മതിയാകുമായിരുന്നു. അത് ഏതർത്ഥത്തിലാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ മതി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രാത്രി നമസ്കരിക്കണം, അത് സൂറത്തുൽ ഫാത്തിഹ ഓതിയാലും എല്ലാവർക്കും അത് മതിയാകുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ ഒതുക്കിയാൽ മതി
എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട 2 സൂറത്തുകൾ അതിലൊരു സൂറത്ത് തന്നെ ഓതിയാൽ മുഴുവൻ ആളുകൾക്കും മതിയാകുന്ന അത്രയും വലിയ സൂറത്താണ്. ഏതായിരുന്നാലും ശരി, രണ്ടുമാകട്ടെ, അദ്ദേഹം ആ സ്ത്രീയെ നമസ്കരിച്ചതിനല്ല അടിച്ചത്, മറിച്ച് ഏത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അദ്ദേഹം വിലക്കിയ സൂറത്തുകൾ അത് ഓതിയാണ് അവൾ നമസ്കരിക്കുന്നത്. അത് രാത്രിയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരിക്കേൽക്കാത്ത രൂപത്തിൽ ഭാര്യമാരെ അത്തരം സന്ദർഭത്തിൽ അടിക്കാൻ ഭർത്താക്കന്മാർക്ക് അനുവാദമുള്ളതിനാൽ അദ്ദേഹം ആ നിലക്ക് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ആ സ്ത്രീയോട് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതി നമസ്കരിച്ചാൽ തന്നെ മതിയാകുന്നതാണ് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തത് വ അമ്മ ഖൗലുഹാ യുഫത്തിറുനി ഇദാ സുംതു, ഞാൻ നോമ്പ് നോറ്റാൽ എന്നെക്കൊണ്ട് നോമ്പ് മുറിപ്പിക്കുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ കേട്ടാൽ റമളാനിൽ നോമ്പ് നോൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് വിചാരിക്കുക. എന്നാൽ അത് റമളാനിലെ നോമ്പല്ല. അദ്ദേഹം പറയുകയാണ് ഫ ഇന്നഹാ തൻതലിഖു ഫതസൂമു വ അന റജുലുൻ ഷാബുൻ ഫലാ അസ്ബിർ, ഞാനൊരു യുവാവാണ്, അവളാകട്ടെ എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് നോൽക്കുന്നു. അപ്പോൾ ഭാര്യ പകൽ സുന്നത്ത് നോമ്പ് നോറ്റാൽ അദ്ദേഹം രാത്രിയിൽ ജോലിയുള്ള ആളാണ്, പകൽ സമയത്താണ് അധികവും ഭാര്യയെ ലഭിക്കുന്നത്. ആ സമയത്ത് അവൾ നോമ്പുകാരിയാണെങ്കിൽ ആ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമഇദിൻ ലാ തസൂമു ഇംറഅത്തുൻ ഇല്ലാ ബിഇദ്നി സൗജിഹ, ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു സ്ത്രീയും സുന്നത്ത് നോമ്പ് നോൽക്കരുത്. ഫർള് നോമ്പിന് ഭർത്താവിൻ്റെ അനുവാദം ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സുന്നത്ത് നോമ്പാണ് ഉദ്ദേശം. സുന്നത്ത് നോമ്പ് ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി നോൽക്കണം. കാരണം ഭർത്താക്കന്മാർ പല നിലക്കും വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. ഏതെങ്കിലും ദിവസങ്ങളിൽ പകൽ സമയത്ത് അവരുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാകും. അതിനാണ് അവർ വിവാഹം കഴിച്ചത്, അതിനാണ് അവർ ആ ഭാര്യയ്ക്ക് സംരക്ഷണം നൽകുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ സ്വാഭാവികമായും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ സുന്നത്ത് നോമ്പുകൾ പകൽ നോൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇനി മൂന്നാമത്തെ വിഷയം വ അമ്മ ഖൗലുഹ ഇന്നി ലാ ഉസല്ലി ഹത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഞാൻ ഫജ്ർ നമസ്കരിക്കുന്നത് എന്ന് അവൾ പറഞ്ഞത്. ഫ ഇന്ന അഹ്ല ബൈത്തിൻ ഖദ് ഉരിഫ ലനാ ദാക് ലാ നകാദു നസ്തൈഖിളു ഹത്താ തത്ലു അശ്ശംസു ഖാല ഫഇദ സ്തൈഖൽത ഫസല്ലി. അദ്ദേഹം പറയുകയാണ്, നബിയെ, അത് ഞങ്ങളുടെ കുടുംബം ആ വിഷയത്തിൽ അറിയപ്പെട്ടതാണ്. കാരണം ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ശാരീഹ്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവർ രാത്രിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. വലിയ തോട്ടങ്ങൾ നനയ്ക്കുക അതേപോലെയുള്ള ജോലികൾ അവർ രാത്രിയിലായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ബോധം കെട്ടതുപോലെ കിടന്നുറങ്ങിപ്പോകുമായിരുന്നു. അല്ലെങ്കിൽ മറ്റു ചില ശാരീരങ്ങൾ സൂചിപ്പിച്ചതുപോലെ അഥവാ ഹദീസിനെ വിശദീകരിക്കുന്നവർ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഗാഢമായി ബോധം കെട്ടതുപോലെ ഉറങ്ങിപ്പോകുന്ന ഒരു പ്രകൃതമായിരുന്നു ആ കുടുംബത്തിന്. അത് അവരുടെ ശാരീരികമായൊരു പ്രകൃതത്തിൻ്റെ ഒരു രോഗത്തിൻ്റെ ഭാഗമായിരുന്നു. അതല്ലാതെ മനഃപൂർവ്വം കിടന്നുറങ്ങുകയല്ല, മറിച്ച് അവർക്ക് വ്യക്തമായ ന്യായങ്ങൾ കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത്. ബോധപൂർവം എഴുന്നേൽക്കാതിരിക്കുകയല്ല, നമസ്കരിക്കണ്ടെന്ന് കരുതിയിട്ട് അല്ല, മറിച്ച് അവർ ബോധം കെട്ടതുപോലെ ഉറങ്ങിപ്പോവാണ്. അത് ആ കുടുംബം തന്നെ അങ്ങനെ അറിയപ്പെട്ടിട്ടുള്ള, അതെല്ലാവർക്കും അറിയാവുന്ന, അവരുടെ ആ പ്രയാസം, അവരുടെ ആ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൈദ സ്തൈഖൽത ഫസല്ലി, ആ സഹാബിയോട് പറഞ്ഞത് എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോൾ നമസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ ഈ ഒരു ഹദീസ് നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് ഹദീസിൻ്റെ കണ്ടൻറ്റ്. ഈ ഹദീസിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പ്രധാനമായും ഭാര്യാഭർത്തൃ ജീവിതത്തിലുള്ള ചില വിഷയങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. പലപ്പോഴും ചില സ്ത്രീകൾ, ചില ഭാര്യമാർ ഭർത്താക്കന്മാരെക്കുറിച്ച് അവരുടെ കുറ്റങ്ങൾ അമിതമായി പറയും. അവരിലുള്ളതല്ല, മറിച്ച് കേൾക്കുന്നവർക്ക് തെറ്റിദ്ധാരണ തോന്നുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഖാദിയുടെ മുമ്പിൽ വെച്ചോ, അതെങ്കിൽ ഇത് വിധി പറയുന്ന ആളുടെ മുന്നിൽ വെച്ചോ, അതല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ്റെ മുന്നിൽ വെച്ചോ, അല്ലെങ്കിൽ കുടുംബക്കാരോടൊക്കെ ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ മുബാലകത്ത്, അതിര് കവിഞ്ഞ് പറയുക, കാര്യം വ്യക്തമാക്കാതെ പറയുക. ഇങ്ങനെ അതിര് കവിഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരുടെ കുറ്റം പറയുമ്പോൾ അവരിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പറയുന്ന സ്വഭാവം ചില ഭാര്യമാർക്കുണ്ട്. ചില ഭർത്താക്കന്മാർക്കും അതേ സ്വഭാവമുണ്ട്. ഭാര്യമാരെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളതല്ല പറയുന്നത്, അതിനേക്കാൾ എന്തോ ദേഷ്യം കൊണ്ട് അത് കൂട്ടിപ്പറയുന്നൊരു സ്വഭാവം.
ഇത് ഭാര്യമാർക്കും പാടില്ല, ഭർത്താക്കന്മാർക്കും പാടില്ല. നിങ്ങൾ നോക്കൂ, ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ വിചാരിക്കുക എന്താണ്? നമസ്കരിച്ചാൽ എന്നെ അടിക്കും, നോമ്പ് നോറ്റാൽ എന്നെ കൊണ്ട് മുറിപ്പിക്കും. സത്യത്തിൽ രാത്രി നമസ്കാരമാണ് ഉദ്ദേശം. അത് തന്നെ വലിയ സൂറത്തുകൾ ഓതിയതാണ് പ്രശ്നം, അല്ലാതെ നമസ്കരിച്ചതല്ല പ്രശ്നം. അതേപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന റമളാനിലെ നോമ്പല്ല ഉദ്ദേശം, എല്ലാ ദിവസവും ഉള്ളതല്ല. മറിച്ച് അദ്ദേഹമുള്ള സന്ദർഭത്തിൽ, അദ്ദേഹത്തിന് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അപ്പോഴും നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാണ് വിഷയം. അതേപോലെ തന്നെ ഫജ്ർ, അത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് നമസ്കരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമല്ല. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് എന്നുമുള്ളതുമല്ല, ചില സമയങ്ങളിൽ അങ്ങനെ ജോലി ഭാരം കൊണ്ടും മറ്റും ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷമാണ് വിധി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യാഭർത്താക്കന്മാർ അവർക്ക് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇല്ലാത്തത് പറയുക, അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതൊരിക്കലും ശരിയല്ല. അത് കുടുംബ ബന്ധത്തെ ഉലച്ച് കളയുന്ന വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരാളുടേത് മാത്രമല്ല കേട്ടത്. പല ആളുകളും അങ്ങനെയുണ്ട്. ഒന്നുകിൽ ഭാര്യ പറയുന്നത് മാത്രം കേൾക്കും, ഭർത്താവ് പറയുന്നത് കേൾക്കില്ല. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് മാത്രം കേൾക്കും, ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കില്ല. അപ്പോൾ നീതിപൂർവ്വം വിധിക്കാൻ കഴിയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അദ്ദേഹത്തോട് വിശദീകരണം തേടുകയാണ്. എന്താണ് വിഷയം? ചോദിച്ചറിഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് നീതിപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിക്കുകയാണ്. ഇതേപോലെയായിരിക്കണം ഭാര്യാഭർത്താക്കന്മാരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആരുമാകട്ടെ, വ്യക്തികളോ അതോറിറ്റികളോ ആകട്ടെ, രണ്ടാൾക്കും പറയാനുള്ളത് കേൾക്കണം. എന്നിട്ട് സത്യസന്ധമായി നീതിയോട് യോജിക്കുന്ന രൂപത്തിൽ, മതത്തോട് യോജിക്കുന്ന രൂപത്തിൽ ആ വിഷയത്തിൽ വിധി പറയുവാൻ അവർ തയ്യാറാവുകയും വേണം. അങ്ങനെയുള്ള വളരെ വലിയൊരു പാഠം കൂടി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഭാര്യമാർ, പല സ്ത്രീകളെക്കുറിച്ചും പല ആളുകളും, പല ഭർത്താക്കന്മാർക്കുമുള്ള പരാതി, അവർക്ക് മതപരമായ കാര്യങ്ങളോടുള്ള താല്പര്യമുണ്ട്. പക്ഷേ പലപ്പോഴും ആ മതപഠനവുമായി ബന്ധപ്പെട്ടും മതം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അവർ കാണിക്കുന്ന താല്പര്യം, അൽഹംദുലില്ലാ, അത് വളരെ നല്ലത് തന്നെ. പക്ഷെ അതൊരിക്കലും ഭർത്താവിനോടും തങ്ങളുടെ മക്കളോടുമുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിനെ അതിൽ വീഴ്ച വരുത്തിക്കൊണ്ടായിരിക്കരുത്. ഭർത്താവിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണമെന്ന് പഠിക്കാനാണ് നമ്മൾ മതം പഠിക്കുന്നത്. എന്നാൽ ആ മതപഠനത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാലോ? അപ്പോൾ ആ മതപഠനത്തിൻ്റെ മക്സദ്, ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. നമ്മളെന്തിനാണ് ഖുർആൻ പഠിക്കുന്നത്? നമ്മളെന്തിനാണ് ഹദീസ് പഠിക്കുന്നത്? ഭർത്താവിനോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കാൻ. എന്നാൽ ഭർത്താവിനെ ശ്രദ്ധിക്കാതെ, മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ, മക്കളെ ശ്രദ്ധിക്കാതെ എപ്പോഴും ഞാൻ പഠനം, അതൊരു വലിയ നല്ല കാര്യമാണ്, അത് ഞാൻ എപ്പോഴും ഖുർആൻ പഠിക്കുന്ന ആളാണ്, ഞാൻ എപ്പോഴും ഹദീസ് പഠിക്കുന്ന ആളാണ്, അതാണ് വലിയ കാര്യമെന്ന് പല സ്ത്രീകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് ഭർത്താവിനോടുള്ള ബാധ്യതകൾ, വീട്ടുകാരോടുള്ള ബാധ്യതകൾ, മക്കളോടുള്ള ബാധ്യതകൾ, ഇതൊക്കെ നിർവഹിക്കണം. അതിനാണ് മതം പഠിക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിലും നോമ്പിൻ്റെ കാര്യത്തിലുമൊക്കെ അത് തൻ്റെ ഭർത്താവിന് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഹക്കുകൾക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ടോ എന്ന് ഭാര്യമാർ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ. ചില ഭർത്താക്കന്മാർ മുഴുവൻ സമയവും അവർ ദീനീ പ്രവർത്തനത്തിലാണ്. അവർ ഖുർആൻ ക്ലാസ്സിന് പോകുന്നു, പ്രസംഗത്തിന് പോകുന്നു, അത് സംഘടിപ്പിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളിലും നിരന്തരം പ്രബോധന പ്രവർത്തനങ്ങളിൽ, അതല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ. പക്ഷേ പല ഭാര്യമാർക്കും അവരെക്കുറിച്ച് പരാതിയുണ്ട്. അവരുടേതായ ആവശ്യങ്ങൾക്ക് അവരെ കിട്ടുന്നില്ല. എന്തിനാണ് ഈ മതപ്രബോധനവും മതപഠനവുമൊക്കെ? അത് ഭാര്യമാരോടും മക്കളോടും എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാനാണ്. എന്നാൽ ഭാര്യയെയും മാതാപിതാക്കളെയും മക്കളെയും കുടുംബത്തെയും ഒക്കെ മറന്നുകൊണ്ടുള്ള ഒരു മതപ്രവർത്തനം എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു പാഠവും നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ചില ആളുകൾക്ക് അവരുടേതായ ചില ഉദറുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പരിഗണിക്കപ്പെടുന്ന കാരണങ്ങളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില ജമാഅത്തുകളിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതല്ലെങ്കിൽ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അവർക്ക് ശാരീരികമായ കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പരിഗണിക്കപ്പെടണം. എന്നാൽ പല ആളുകളുമുണ്ട്, അവർ ചെയ്യുന്നത് പോലെയുള്ള ഇബാദത്ത് ചെയ്യാത്തവരൊക്കെ അവരെല്ലാവരും മോശക്കാരാണ്, അതുകൊണ്ട് അവരൊക്കെ തഖ്വയില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവരൊക്കെ മുനാഫിക്കുകളാണ്, ഞാൻ മാത്രമാണ് നല്ലത് എന്നുള്ള ഒരു ചിന്ത അതുണ്ടാകാൻ പാടില്ല. പലർക്കും പല നിലക്കുമുള്ള ന്യായീകരണങ്ങളുണ്ടാകും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം ഓരോ നമസ്കാരവും അതതിൻ്റെ സമയത്ത് നിർവഹിക്കണം. പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സ്വഹാബിയിൽ നിന്ന് സംഭവിക്കുന്നത് എന്താണ്? പലപ്പോഴും തുലൂഉ അശംസിന് ശേഷമാണ് അദ്ദേഹം ഫജ്ർ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ
അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശരിയല്ല എന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്തില്ല. മറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോൾ നമസ്കരിക്കൂ. കാരണം അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ട് റസൂലുള്ള മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയാണ്. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ വിധി പറയുന്നത്. അതല്ലാതെ ആ വ്യക്തിയെ ആ നിലക്ക് കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ ഈ നിലക്ക് ധാരാളം കാര്യങ്ങൾ വ്യക്തികളും കുടുംബങ്ങളും ഭാര്യയും ഭർത്താവും നേതാക്കളുമൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വളരെ ബൃഹത്തായ ഒരു ഹദീസാണിത്. ഈ ഹദീസിൻ്റെ കണ്ടൻറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.